ഈ ഒരു വീഡിയോയ്ക്ക് ഇച്ചിരി ഒരു പഴക്കമുണ്ട് കേട്ടോ. നമ്മളെ അപ്പാർട്ട്മെൻറ്റിലത്തെ റൂമിൽ നമ്മൾ പെയിൻ്റ് അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ തിരക്കിലെ കാരണം കൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാൻ ഒന്നിനും സമയം കിട്ടിയില്ല കേട്ടോ. ഇത് സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേ ദിവസം നമ്മൾ സായിക്കുട്ടനെ കൊണ്ടുപോയിട്ട് ഓൻ്റെ 3 മാസം വളർത്തിയിരുന്ന മുടിയൊക്കെ ഒന്ന് വെട്ടി സെറ്റാക്കിയതാണ്. സ്കൂൾ തുറക്കുമ്പോൾ മുടി വെട്ടാൻ സമ്മതിക്കുള്ളൂ പറഞ്ഞിട്ട് അവന് കുറേ കാലമായിട്ട് വളർത്തി വെച്ചിരുന്നിരുന്നു കേട്ടോ. എന്നിട്ട് ആൾക്ക് ഭയങ്കര സങ്കടമുണ്ട് മുടി വെട്ടിയതിന്. പിന്നെ ഞങ്ങൾ മാർക്ക് സിറ്റി മോളിലേക്ക് പോയിട്ട് അവിടെ സ്റ്റുഡിയോയിൽ പോയിട്ട് 1-2 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായതുകൊണ്ട് എനിക്ക്. അപ്പം നമ്മൾ പിന്നെ സ്റ്റുഡിയോക്ക് പോവുക. അപ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് സംഭവം കിട്ടാത്തപ്പോൾ നമ്മൾ മാക്സിക്ക് പോയിട്ടോ. മാക്സിക്ക് പോയപ്പോഴും ഞാൻ വിചാരിച്ച പോലത്തെ എനിക്ക് ജിം വെയർ ആയിട്ട് കുറച്ച് ഡ്രസ്സ് വേണമായിരുന്നു. അപ്പോൾ അതൊന്നും കിട്ടിയില്ല. അപ്പം ഞങ്ങൾ ഇതിൻ്റെ മുകളിലുള്ള ഫുഡ് കോർട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാനും സായിക്കുട്ടിയും കൂടി ഫുഡ് കോർട്ടിൽ പോയിട്ട് ഒരു 2 ജ്യൂസ് കുടിച്ചിട്ടോ. അപ്പോഴാണ് ഞങ്ങൾക്ക് വേറൊരു ഐഡിയ തോന്നിയത്. ഇവിടെ പലാക്സി മൂവീസ് ഉണ്ടല്ലോ, അവിടെ ബ്ലാസ്റ്റ് പറഞ്ഞ മൂവി ഉണ്ടായില്ലേ, നല്ല അടിപൊളി മൂവിയാണെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേ ദിവസമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു വെക്കേഷൻ്റെ കലാശക്കൊട്ട് ഉള്ള പോലെ ഞാൻ സായിക്കുട്ടി ഇന്ന് ബ്ലാസ്റ്റ് മൂവി കണ്ടിട്ട് വരാം എന്ന് വിചാരിച്ചിട്ടോ. ഞങ്ങൾ അങ്ങനെ എന്നിട്ട് ഞങ്ങളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങളൊരു പോപ്കോണും വാങ്ങിച്ചു. ഒരു സംഖ്യ ചിലവാകും ഇവിടേക്ക് ഒരു സിനിമക്ക് വരുമ്പോൾ, അതാണ് വലിയൊരു പ്രശ്നം. സംഖ്യ ചിലവാകുന്നത് വെറുതെ ഒന്നും അല്ല കേട്ടോ. ഞങ്ങൾ സീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് പലാക്സി മൂവീസിലെ സിഗ്നേച്ചറിലായിരുന്നു കേട്ടോ. സിഗ്നേച്ചർ തിയേറ്ററിൽ. അവിടുത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിക്ലൈനർ സീറ്റ് ഉണ്ട്, പുതപ്പുണ്ട്, തലയണുണ്ട്. പിന്നെ നമുക്ക് ഈ പോപ്കോണൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ, ഇങ്ങനെ ഒരു സൈഡ് ടേബിൾ ഉണ്ടാവും. അങ്ങനെ നല്ല ലക്ഷറി ഫീലിൽ സിനിമ കാണാം. സായിക്കുട്ടിനെ ഞാൻ സിഗ്നേച്ചർ സീറ്റിൽ കൊണ്ടുവരാമെന്നൊരു ദിവസം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനക്ക് ഇന്നൊരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ സിഗ്നേച്ചറിലൊരു സീറ്റൊക്കെ എടുത്ത് ഞങ്ങൾ മൂവി കണ്ട്. നല്ല രസമാണ് ഇതിൽ ഇങ്ങനെ മൂവി ഇരുന്ന് കാണാൻ. ഇപ്പോൾ എനിക്കാണെങ്കിൽ ഈ കാല് തൂക്കിയിട്ടിട്ട് ഒരു ഭാഗത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ കാലുമ്പോൾ നീര് വരും. അപ്പോൾ ഇതിങ്ങനെ റിക്ലൈനർ സീറ്റ് ആകുമ്പോൾ കാലിങ്ങനെ നമുക്ക് വീട്ടിലത്തെ പോലെ സുഖമായിട്ട് കാല് നിവർത്തി വെച്ചിരുന്നിട്ട് ഇങ്ങനെ സിനിമ കാണാമല്ലോ. ബ്ലാസ്റ്റ് മൂവി ഇങ്ങനെ അടിപൊളി മൂവിയായിരുന്നു. നല്ലൊരു സിനിമയായിരുന്നു കേട്ടോ. സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു പവർ ഫീലിംഗ് വരും. ഭയങ്കര നല്ല നല്ല മൂവിയായിരുന്നു. എന്നിപ്പോൾ സായിക്കുട്ടിക്കാണെങ്കിലും അവൻ്റെ മുടി വെട്ടിയതിൻ്റെ സങ്കടം എപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. ഞാൻ അവൻ്റെ സങ്കടം മാറാനാണ് ഞാൻ അവനെ സിനിമക്ക് കൊടുത്തൊന്ന് ഹാപ്പിയാക്കാൻ ശ്രമിച്ചത്. പക്ഷേ ആൾക്ക് മുടി തലമെന്ന് പോയതിൻ്റെ സങ്കടം പറഞ്ഞിട്ടും തീരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. ഓട്ടോ കിട്ടാഞ്ഞിട്ടേ ഇങ്ങോട്ട് കഷ്ടപ്പെട്ടു. അവസാനം ഓട്ടോ കിട്ടി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചു പോയി.